നമസ്കാരം സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ഞാൻ കുറച്ചായി ഒരു വീഡിയോ ചെയ്തിട്ട്, വേറൊന്നും കൊണ്ടല്ല, എന്താ പറയുക, കുറച്ച് മൂഡ് ഓഫും കാര്യങ്ങളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ഒരുപാട് വേക്കൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അത് വേണ്ട രീതിയിലൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. കാരണം കമ്പനിയിലെ HR മാറിപ്പോയി. എനിക്ക് ആ വ്യക്തിയുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതില്ലാത്തത് കാരണം പിന്നെ വീണ്ടും ചെയ്തിട്ട്, കാരണം ഇത് ജോലിയായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ ഒരു പറ്റിക്കുന്നത് പോലെയല്ലേ എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും വേണ്ട, വിട്ടേക്കാം എന്നുള്ള രീതിയിൽ നിന്നതാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലെ കുറച്ച് പേര് നിരന്തരം എന്നെ വിളിക്കുകയും മെസ്സേജ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇനി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ലാറ്റ്വിയയിലേക്ക് ഒരു 5 വേക്കൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5 വേക്കൻറ്റ് എന്താ പറയുക, എമൗണ്ട് വലിയ തുകയാണ്. 7-8 രൂപയൊക്കെ അടുത്ത് വേണമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു പരിചയക്കാരൻ വഴിയാണ് ഞാനത് അറിഞ്ഞതും ഓപ്പറേറ്റ് ചെയ്യുന്നതും. അപ്പോൾ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ് അവരുടെ അടുക്കുന്ന ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. അവർ പ്രോസസ്സിങ് ടൈം പറഞ്ഞത് ഒരു 6 മാസം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാനത് ഇവരോട് 2 മാസം കൂട്ടി 8 മാസം ചിലപ്പോൾ വേണ്ടി വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ, അതിൻ്റെ ആവശ്യമില്ല, എന്നാലും വന്നില്ല എങ്കിൽ അഡ്വാൻസ് കൊടുത്ത എമൗണ്ട് തിരികെ ഞാൻ വാങ്ങിച്ചു തരാം എന്നുള്ളൊരു കണ്ടീഷനിൽ ആണ് അവർ എന്നെ തരണമെന്നും ഇവർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ മുകളിലാണ് ഞാനത് നിന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നറിയില്ല, വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു. എന്താ പറയുക, അവരെ ഇനി എംബസി ഡേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. എംബസിയും കൂടി കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അത്രയും ഫാസ്റ്റായിട്ട് നടന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, 7 ലക്ഷം രൂപ മുതൽ 8 രൂപ വരെ വേണ്ടി വരും കരുതണം എന്ന് പറഞ്ഞെടുത്ത് 5-10-12 വരുള്ളൂ. ആ എമൗണ്ടിന് അവർക്ക് കയറി വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം വളരെ പെട്ടെന്ന് സംഭവം നടന്നു. അതുകൊണ്ടാണ് ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ വന്നത്. അപ്പോൾ അതിൽ ഒരുപാട് എന്താ പറയുക, എന്നെ വിശ്വസിച്ച് എനിക്ക് പേപ്പർ തന്ന അവർക്കും, അതുപോലെ തന്നെ എനിക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ പല ഭാഗത്തുനിന്നും തെറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്കിതിലൊന്നും ഒരു ലാഭം ഉണ്ടായിട്ടല്ല ഞാനിതിലേക്ക് വരുന്നത്. കാരണം കുറച്ച് പേര് രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള അടിസ്ഥാനത്തിൽ രണ്ടും കൽപ്പിച്ച് വന്നതാണ്. കാരണം ഇനിയൊരു അറ്റംപ്റ്റിന് ഞാൻ ഇല്ല എന്നുള്ള കണ്ടീഷനില്ല. കാരണം കഴിഞ്ഞ തവണ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ ഇതുള്ളത് കൊണ്ട് നെക്സ്റ്റ് ഇനിയൊരു അറ്റംപ്റ്റും കൂടി ചെയ്യുമ്പം എന്തായാലും നടന്നില്ല എങ്കിൽ ഞാൻ ഈ പരിപാടിയെ ക്ലോസ് ചെയ്യും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഈ 5 പേപ്പറും വെച്ചത്. പക്ഷേ എന്തോ അവരുടെ ഭാഗ്യം കൊണ്ടാണോ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വളരെ പെട്ടെന്ന് പേപ്പർ വർക്ക് കഴിഞ്ഞു. എംബസി ഡേറ്റ് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ നേരെ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ അവർക്ക് കിട്ടിയൊരു ഗുണവും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ആ കമ്പനിയിൽ ട്രെയിനിങ് കൊടുക്കാത്തതാണ്. പക്ഷേ ആദ്യത്തെ 2 ആഴ്ച അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പം അതും വലിയൊരു ഭാഗ്യമാണ്. ആ ട്രെയിനിങ് പീരീഡിൽ ഇവർക്ക് സ്റ്റൈപ്പൻറ്റും ഉണ്ട്. സാലറി ഇല്ല എങ്കിൽ പോലും സ്റ്റൈപ്പൻറ്റ് ഉണ്ട്. അപ്പോൾ വലിയൊരു കാര്യമാണത്. അപ്പം അത് ഇത്രയും ആയതുകൊണ്ടുള്ള ഒരു സന്തോഷം അറിയിക്കാൻ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.